Evolution and development of cooperative principles. Principle of cooperation by Rockdale pioneers. Principle of cooperation formulated for the first time by Rockdale pioneers. Rockdale pioneers is known as the first successful cooperative society in the world. Rockdale is also known as the founder father of cooperative store movement in the world. സഹകരണ നിയമങ്ങൾ ആദ്യമായി അവതരിപ്പിച്ചത് റോക്ക്ഡെയിൽ പയനീർസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ വിജയിച്ച സഹകരണ സംഘമാണ് റോക്ക്ഡെയിൽ പയനീർ. ലോകത്തിലെ ആദ്യത്തെ സ്റ്റോർ മൂവ്മെന്റ് ആരംഭിച്ചത് റോക്ക്ഡെയിൽ പയനീർ ആണ്. On 21st December 1844, Rockdale Equitable Pioneer Society opened their store at 31 Todd Lane, Rockdale. They sold pure food at fair price and honest weights and measures. The society was founded by 28 pioneers known as Rockdale Pioneers with a share capital of £28. The president of the society was Charles Howard and secretary was James Daly. The first woman member of Rockdale Equitable Pioneer Society was Eliza Brearley, who joined in 1846. Women member has an equal vote. The slogan was to be safe, we must sell at a profit. To be honest, we must sell at a profit. Rockdale Friendly Cooperative Society was formed in 1830. 14 വർഷങ്ങൾ കൊണ്ടാണ് അവർ ഒബ്ജക്റ്റീവ് സൃഷ്ടിച്ചെടുത്തത്. 1884 ഡിസംബർ 21 റോക്ക്ഡെയിലിലെ ടോഡ് ലൈൻ 31 നമ്പർ സ്ട്രീറ്റിൽ റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഈ സ്റ്റോർ മുഖാന്തരം ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കൾ ഫെയർ പ്രൈസിലും ഓണസ്റ്റ് വെയിറ്റിലും നൽകാൻ സാധിച്ചു. ഭക്ഷ്യവസ്തുക്കൾ പ്രധാനമായും ഫ്ലോർ, ഓട്ട്മീൽ, ഷുഗർ, ബട്ടർ എന്നിവയായിരുന്നു. 28 മുന്നോടികൾ ചേർന്ന് 28 പൗണ്ട് ക്യാപിറ്റലുമായാണ് ഈ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. ഇവരിൽ 10ഓളം പേർ വീവേഴ്സ് ആയിരുന്നു. കൂടാതെ ക്ലോഗേഴ്സ്, ഷൂ മേക്കേഴ്സ്, ജോയിനേഴ്സ്, ക്യാബിനറ്റ് മേക്കേഴ്സ് എന്നിവർ ഇവരിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ചാൾസ് ഹൊവാർത്ത് ആയിരുന്നു. 1824 റോക്ക്ഡെയിൽ വീവേഴ്സ് യൂണിയൻ ആരംഭിച്ചത് ചാൾസ് ഹൊവാർത്ത് ആണ്. ചാൾസ് ഹൊവാർത്ത് ഇംഗ്ലണ്ടിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കർ എന്നും അറിയപ്പെടുന്നു. ഈ സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ജെയിംസ് ഡാലി ആയിരുന്നു. ആദ്യ വനിതാ അംഗം 1846 ജോയിൻ ചെയ്ത എലിസ ബ്രിയർലി ആയിരുന്നു. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടക്കാതിരുന്ന ആ കാലത്ത് തന്നെ ഈ സൊസൈറ്റിയിൽ അംഗത്വവും വോട്ടിനുള്ള അവകാശവും നൽകിയിരുന്നു. റോക്ക്ഡെയിൽ പയനീർ സൊസൈറ്റി വാസ് by no means the first of its kind. The Fenwick Weavers Association in Scotland dated back to 1760-61 and is generally considered the first cooperative society ever created. But Rockdale pioneers created a set of rules which came to be known as Rockdale Principle and registered under English Friendly Society Act. ലോകത്തിലെ ആദ്യത്തെ സഹകരണ സംഘം എന്ന് അംഗീകരിക്കപ്പെടുന്നത് റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പയനീർ സൊസൈറ്റി ആണെങ്കിലും യഥാർത്ഥത്തിലെ ആദ്യത്തെ സൊസൈറ്റി 1760-61 സ്കോട്ട്ലാൻഡിൽ രൂപീകരിച്ച ഫെൻവിക് വീവേഴ്സ് അസോസിയേഷൻ ആണ്. പക്ഷെ ഒരു സെറ്റ് ഓഫ് റൂളിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് റോക്ക്ഡെയിൽ സൊസൈറ്റിയുടെ വിജയം. ഇത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ എന്നും അറിയപ്പെടുന്നു. ഇന്നും നിലനിൽക്കുന്ന സഹകരണ തത്വങ്ങൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് എന്ന നിയമത്തിന് കീഴിലാണ് റോക്ക്ഡെയിൽ സൊസൈറ്റി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 1852 ഷൂ മേക്കിങ്ങും ടൈലറിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു. കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിന് വേണ്ടി സ്കൂളും ആരംഭിച്ചു. റോക്ക്ഡെയിൽ പയനീർ പ്രിൻസിപ്പിൾ: ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, distribution of surplus to members in proportion to their transaction, political and religious neutrality, cash trading, promotion of education.